കാർലോ ആഞ്ചലോട്ടി, ബ്രസീലിലെ നാഷണൽ ടീമിൻ്റെ പരിശീലകൻ. പുള്ളിക്ക് കുറേ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം എന്തായാലും കൊടുക്കേണ്ടി വരും ഈ വരുന്ന ദിവസങ്ങളിൽ. വേറെ ഒന്നുകൊണ്ടല്ല, പുള്ളി നെയ്മറെ സെലക്ട് ചെയ്യാതിരുന്നതിന് റീസൺ പറഞ്ഞിരുന്നത് നെയ്മർ 100% ഫിറ്റല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ബ്രസീൽ ടീമിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എടുത്ത സ്ക്വാഡിലെ ഭൂരിഭാഗം പ്ലേയേഴ്സും പരിക്കിൻ്റെ പിടിയിലാണ്. മൈനർ ഇഞ്ചുറീസാണ്. എന്നിരുന്നാലും 100% ഫിറ്റായാലും നെയ്മർ എടുക്കുമെന്ന് പറഞ്ഞ കാർലോ ആഞ്ചലോട്ടിക്ക് കിട്ടിയൊരു വലിയൊരു തിരിച്ചടിയാണിത്. അവരെ ബ്രസീലിൻ്റെ ഒരു പിടി മികച്ച താരങ്ങളായ വിനീഷ്യസ് ജൂനിയറും ഇപ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫസ്റ്റ് മാച്ചിന് ശേഷം. അപ്പോൾ പുള്ളി 100% ഫിറ്റായിരുന്നില്ല, ഡൗട്ട്ഫുൾ. അതുപോലെ തന്നെ റഫീന വീണ്ടും പരിക്കിലായിരിക്കുന്നു. അപ്പോൾ പുള്ളിയും 100% ഫിറ്റോടുകൂടി കൊണ്ടുവന്നൊരു പ്ലെയറല്ലേ, 2 കളി പോലും കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഡിഫൻഡറായ മാർക്കിന്യൂസ്, അതുപോലെ തന്നെ വെസ്ലിക്കും ചെറിയൊരു പരിക്കുണ്ടെന്ന് പറയുന്നു, വിങ്ങറായ വെസ്ലിക്ക്. അപ്പോൾ എന്താണ് പറയുക, ഒരാളെ നമ്മൾ ക്രൂശിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം കൊണ്ടുവരുന്നത് അത്രയും 100% ഫിറ്റായവരെ വേണമെന്ന് കാർലോ ആഞ്ചലോട്ടിക്ക് അറിയില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ ആഞ്ചലോട്ടി കുറേയധികം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും മികച്ച താരമായി നെയ്മറെ 100% ഫിറ്റല്ല എന്നൊരു റീസൺ പറഞ്ഞാണ് ആഞ്ചലോട്ടി എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് ആഞ്ചലോട്ടി തന്നെയാണ്. അപ്പോൾ ആഞ്ചലോട്ടിക്ക് എന്തായാലും ചോദിക്കുക തന്നെ ചെയ്യും. ബ്രസീലിൽ നിന്ന് മാധ്യമങ്ങൾ ആഞ്ചലോട്ടി ഉത്തരം നൽകിയേ പറ്റൂ.